ലാസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള വേർഡ് പിരമിഡ് ആണ്. അത് ഏറ്റവും കോമഡി പരിപാടി. 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളാണ്. ഓക്കെ, നോക്കി, ഇതാണ്. ഇത് ഒന്നുമില്ല നോക്കിക്കേ. ഇത് തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മാൻ, ദ യങ് മാൻ, ദ ഹാപ്പി യങ് മാൻ. ഓക്കെ, നോക്ക്, 2 വായിക്കുന്നതിന് മനസ്സിലാവും. പിക്ചർ, ദ വണ്ടർഫുൾ പിക്ചർ. പറ, ഇനി പരീക്ഷ ചോദിക്കും. കൺസ്ട്രക്ട് എ സിമിലർ വേർഡ് പിരമിഡ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഡിറ്റർമിനേഴ്സ് ആൻഡ് ആഡ്ജക്റ്റീവ്സ്. പറ മക്കളെ, ടീച്ചർ. അപ്പൊ ദ പിക്ചർ ആണെങ്കിൽ ദ പിക്ചർ ആവുകയാണെങ്കിൽ, ടീച്ചർ ആണെങ്കിൽ ദ ടീച്ചർ ആവും. ദ വണ്ടർഫുൾ പിക്ചർ ആണെങ്കിൽ എന്താണ്? സ്റ്റുപ്പിഡ് ടീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നല്ല ടീച്ചേഴ്സ് അല്ലേ നിങ്ങൾക്കുള്ള എല്ലാവർക്കും, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയാ ടീച്ചറിനെ പറ്റിയിട്ട്? ദ വണ്ടർഫുൾ ടീച്ചർ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ദി അമേസിംഗ് ടീച്ചർ എന്ന് പറയാം, ദി ഇന്റലിജന്റ് ടീച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ദ കെയറിംഗ് ടീച്ചർ എന്ന് പറയാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് പറയാം. സ്റ്റുപ്പിഡ് ടീച്ചർ എന്ന് പറയാം, പക്ഷെ അവസാനം ടീച്ചറാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. ഇന്റലിജന്റ് ടീച്ചർ കഴിഞ്ഞു പരിപാടി. അല്ലെ കൈൻഡ് ടീച്ചർ, അല്ലെ കെയറിംഗ് ടീച്ചർ, എന്ത് വേണേലും പറയാം, എന്ത് വേണം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു അഡ്ജക്റ്റീവ് ഇവിടെ ഫില്ല് ചെയ്യുക, അഡ്ജക്റ്റീവ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. തിയറി ഞാൻ അഡ്ജക്റ്റീവ് വെച്ചിട്ട് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്നൊക്കെ പറയാമെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവ് എന്നാട്ടോ പറയാ. ബൈ ദ വേ, പറ മക്കളെ. ഹൗസ്, ദ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഇൻ ദ സ്ട്രീറ്റ് എന്ന് ഇടാൻ പറഞ്ഞു അല്ലേ? അതും കൂടി വേണമായിരുന്നു കേട്ടോ, കാരണം എക്സ്ട്രാ ആഡായി വരാം. നൗ കൺസ്ട്രക്ട് സിമിലർ വേർഡ് പിരമിഡ് യൂസിംഗ് ദ ചെയർ. പറ, അടുത്തെന്താ വരിക? ഹൗസ്, ദ ഹൗസ് ആയ ചെയർ ആണെങ്കിൽ പറ ദ ചെയർ. നെക്സ്റ്റ്, ദ ബിഗ് ചെയർ എന്ന് പറയാൻ പറ്റുമോ? ബിഗ് ചെയർ എന്ന് പറയാം, അല്ലെ ദ വുഡൻ ചെയർ എന്ന് പറഞ്ഞാൽ പോലെ. ദ വുഡൻ ചെയർ. ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ്, ദി പോളിഷ്ഡ് വുഡൻ ചെയർ. ഇപ്പൊ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ വുഡൻ ചെയർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കുറച്ചെങ്കിലൊക്കെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ടത്. പോളിഷ്ഡ് വുഡൻ ചെയർ, അല്ലെങ്കിൽ എന്ത് പറയും? അല്ലെ ഫോർ ലെഗ്ഡ് 4 കാലുള്ള വുഡൻ ചെയർ എന്ന് പറയാം. അല്ലെങ്കിൽ ദ ബ്രൗൺ വുഡൻ ചെയർ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. വുഡൻ ചെയർ പിന്നെ വേറെ കളർ ആവാലോ. അല്ലെ ദ പെയിന്റഡ് വുഡൻ ചെയർ എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ പലതും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഓക്കെ, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. ഇനി സ്ഥലവും കൂടി ചേർത്തു. ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് മാറി. അവിടെ എന്താ വ്യത്യാസമാണ്? ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഓൾറെഡി താഴെ ഉണ്ട്, ഇൻ ദ സ്ട്രീറ്റ് എന്നാണ്. അപ്പൊ ചെയറിന്റെ പ്ലേസും കൂടി, സ്ഥലം കൂടി കൊടുക്കുക. ദ പോളിഷ്ഡ് വുഡൻ ചെയർ ഇൻ ദ റൂം, അല്ലെങ്കിൽ ദ ടെറസ്, അല്ലെങ്കിൽ ദ ബേസ്മെന്റ്. എവിടെ വേണം, എന്ത് വേണേൽ പറയുന്നതിന് കുഴപ്പമില്ല. ആ ഒരു ലോജിക് ഉണ്ടായാൽ മതി. കഴിഞ്ഞ പരിപാടി, ചെക്ക്മേറ്റ്. ഇത്ര സിമ്പിൾ പരിപാടിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഫോളോ ദി ബ്ലാ ബ്ലാ ബ്ലാ. നൗ കൺസ്ട്രക്ട് സിമിലർ യൂസിംഗ് ദ കപ്സ്. പറ, നിങ്ങൾ പറഞ്ഞേ. കപ്സ്, കാറിന് പകരം കപ്സ് ഇടുക. ദ കാറാണെങ്കിൽ ദ കപ്സ് എടുക്കുക. ദ ബ്ലൂ കാറാണെങ്കിൽ ദ വൈറ്റ് കപ്സ് എടുക്കുക. കപ്പിന്റെ ഏരിയയിൽ പറയുന്നത് വൈറ്റ് കപ്സ്. അടുത്ത് പറ, ദ ബിഗ്, ദ സ്മോൾ ആക്കിക്കോ. അല്ലെ സ്മോൾ, അല്ലെ ഫ്രജൈൽ എന്നൊക്കെ ആക്കാൻ കുറച്ച് അടിപൊളി. ഫ്രജൈൽ വൈറ്റ് കപ്സ് എന്ന് എഴുതാം, അല്ലെ സ്മോൾ വൈറ്റ് കപ്സ് എന്ന് എഴുതാം. ഇത് ഇവിടെ ചേർന്നിട്ട് പുതിയ കാര്യം എന്താണ്? ബിഗ് ബ്ലൂ ബ്യൂട്ടിഫുള്ളും കൂടി ചേർന്നു അല്ലേ? അപ്പൊ ഈ ബ്ലൂവിന്റെയും ബിഗിന്റെ ഇടയിൽ ഇത് വന്നു. അപ്പൊ ഇത് സ്മോളിന്റെയും വൈറ്റിന്റെയും, സ്മോൾ വൈറ്റിന്റെ ഇടയിൽ സ്മോൾ സ്മൂത്ത് ആയിട്ടുള്ള കപ്സ് അല്ലെ? സ്മോൾ സ്മൂത്ത് വൈറ്റ് കപ്സ്. എന്താണ് ഓരോ സെന്റൻസ് അടുത്ത സെന്റൻസ് പോകുമ്പോൾ ആഡ് ആവുന്നതെന്ന് നോക്കുക. എവിടെയാണ് ആഡ് ആവുന്നത് നോക്കുക. പരിപാടി തീർന്നു. ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാസ്, ഇവിടെ ഓൾറെഡി ബ്ലൂ കാസ്. ഇൻ ദ പോർച്ച്, സ്ഥലം കൂടി കൊടുക്കുക. ദ സ്മോൾ സ്മൂത്ത് വൈറ്റ് കപ്സ് ഇൻ ദ കബോർഡ്. കഴിഞ്ഞോ?